മരണമുനമ്പായി ആ 13-ാം വളവ്. തിരികെ വരുമെന്ന് പറഞ്ഞ് യാത്രയായതാണ്. പക്ഷേ ദുരന്തമായി മാറി ആ വിനോദയാത്ര. നൊമ്പരമായി അതിരപ്പള്ളിയിൽ നിന്ന് അവർ പകർത്തിയ നമ്മളിപ്പോൾ കണ്ട ആ ചിത്രം. ആ സ്കൂൾ മുറ്റത്ത് ഇനി അവരുടെ കളിച്ചിരികൾ എത്തില്ല. ഒരിക്കൽ കൂടി ചേതനയേറ്റ് അവർ ആ സ്കൂൾ മുറ്റത്തെത്തും. ഇനി പാർലമെന്റിലേക്ക് വന്നാൽ 12 വർഷത്തിനിടയിൽ ആദ്യമായി ഒരു പ്രതിപക്ഷ വിജയം കണ്ട ദിവസമാണിന്ന്. വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. വിഷയം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഭരണ പ്രതിപക്ഷം. സംവരണത്തെയല്ല, മണ്ഡല പുനർനിർണയത്തെയാണ് എതിർക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നയം. അതേസമയം വനിതകളോടുള്ള അനീതിയാണ് പ്രതിപക്ഷം കാട്ടിയതെന്ന് ഭരണപക്ഷവും പറയുന്നു. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വിങ്ങലായി അവസാനിച്ച വിനോദയാത്ര. തമിഴ്നാട് വാൽപ്പാറയിൽ വാഹനാപകടത്തിൽ 9 മലയാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 7 സ്ത്രീകളും 1 കുട്ടിയും. ഡ്രൈവറടക്കം 4 പേർക്ക് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ടത് മലപ്പുറം പാങ്ങിൽ നിന്നുള്ള അധ്യാപക സംഘം. മിനി വാനിലുണ്ടായിരുന്നത് 13 പേർ. അപകടം ദുഃഖകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷം എതിർത്തു. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. 3/2 ഭൂരിപക്ഷം ലഭിച്ചില്ല. അനുകൂലിച്ചവർ 298, എതിർത്തവർ 230. സ്ത്രീകൾക്ക് അനുകൂലമായ തീരുമാനത്തെ പ്രതിപക്ഷം എതിർത്തെന്ന പ്രചാരണവുമായി BJP. ബില്ല് പാസ്സാകാത്തത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പരാജയമെന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കാൻ ശ്രമമെന്നും സ്ത്രീകളെ മറയാക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി. മോദി ജാലവിദ്യക്കാരനെന്ന വിമർശനത്തിൽ ബഹളം വെച്ച് ഭരണപക്ഷം. അതൃപ്തി രേഖപ്പെടുത്തി സ്പീക്കർ. ഹൈക്കമാൻഡ് വിലക്കിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രതികരണം തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ. ചർച്ചകൾ സ്വാഭാവികമെന്നും അതിൽ അത്ഭുതമില്ലെന്നും കെ സുധാകരൻ. ചർച്ച അനവസരത്തിലെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പദവിയിൽ പക്ഷം പിടിക്കില്ലെന്ന് മുസ്ലിം ലീഗ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ അമൃത ന്യൂസിന്. പ്രിൻസിപ്പലിന്റെ റൂമിൽ അധ്യാപകർ നിതിന്റെ ഫോൺ പരിശോധിക്കുന്നത് ദൃശ്യങ്ങളിൽ. പുറത്തുവന്നത് നിതിൻ മരിക്കുന്നതിന് 25 മിനിറ്റ് മുമ്പുള്ള ദൃശ്യങ്ങൾ. നിതിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ കേസ്. ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചും പണം തിരിച്ചടയ്ക്കാൻ ഇൻസ്റ്റാപേ ലോൺ ആപ്പ് ശ്രമിച്ചെന്ന് FIR. മരണത്തിൽ പങ്കില്ലെന്ന് പ്രതികളായ ഡോക്ടർ MK റാമും ഡോക്ടർ സംഗീതയും. ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ നാസിക് ശാഖയിൽ നടന്ന പീഡനത്തിലും മതപരിവർത്തന ശ്രമത്തിലും നിർണായക വിവരങ്ങൾ പുറത്ത്. മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചെന്ന് റിപ്പോർട്ട്. സംഘടിതമായ നിർബന്ധിത മതപരിവർത്തനം ഭീകരപ്രവർത്തനമായി കാണണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വൻ റേഷൻ തട്ടിപ്പ്. 65 ടൺ അരി കാണാനില്ല. കടകളിൽ സ്റ്റോക്കുണ്ടെന്ന് രേഖകൾ കാണിക്കുമ്പോഴും വിതരണം ചെയ്യാൻ അരിയില്ല. മാഫിയ സംഘം കരിഞ്ചന്തയിൽ വിറ്റെന്ന് സൂചന. ആറാഴ്ചത്തെ സംഘർഷത്തിനൊടുവിൽ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു. നടപടി ലെബനനിലെ വെടിനിർത്തലിന് പിന്നാലെ. ഇറാനുമേലുള്ള നാവിക ഉപരോധം തുടരുമെന്നും സമ്പുഷ്ട യുറേനിയം കൈമാറാൻ ഇറാൻ സമ്മതിച്ചതായും ഡൊണാൾഡ് ട്രംപ്. IPL-ൽ കൊൽക്കത്തയ്ക്കെതിരെ ഗുജറാത്തിന് 181 റൺസ് വിജയലക്ഷ്യം. കാമറൂൺ ഗ്രീൻ അർദ്ധ സെഞ്ചുറി. ഇരട്ട പൗരത്വ കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. കേസെടുക്കാൻ അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശം. UP പോലീസോ കേന്ദ്ര ഏജൻസിയോ അന്വേഷിക്കണമെന്നും നിർദ്ദേശം. നടപടി BJP പ്രവർത്തകന്റെ ഹർജിയിൽ. സ്റ്റോറി ഓഫ് ദ ഡേ. നല്ല ജീവിത പാഠവുമായി ജമാൽ നാസർ. ഏറ്റവും ദുഃഖകരമായ ആ വാർത്തയിലേക്കാണ് ആദ്യം ടോപ്പ് 10 പോകുന്നത്. തമിഴ്നാട് പൊള്ളാച്ചി വാൽപ്പാറയിൽ ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ടു മറിഞ്ഞുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു.
മലപ്പുറം പാങ്ങ് പാറമൽ GLP സ്കൂളിലെ അധ്യാപകർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ചുരത്തിലെ 13-ാം ഹെയർപിൻ വളവിൽ അപകടത്തിൽപ്പെട്ടത്. 7 സ്ത്രീകളും ഒരു കുട്ടിയുമടക്കം അപകടത്തിൽ 2 കുട്ടികളുമടക്കം അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഹരീഷ് നാരായണൻ വിശദാംശങ്ങൾ നൽകും. ഹരീഷ്, ഏറ്റവും സന്തോഷകരമായി അവർ യാത്ര പോയതാണ്. പക്ഷേ ആ യാത്ര അവസാനിച്ചത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായാണ്. ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? വാഹനം നിയന്ത്രണം വിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ? അഖില, വൈകിട്ടോടെയാണ് ഈ നാടിന് നടക്കിയ ഈ ഒരു ദുരന്തം സംഭവിച്ചത് എന്ന് വേണം പറയാൻ. അത്രത്തോളം സന്തോഷത്തോടു കൂടി വിനോദ യാത്രയ്ക്ക് പോയ സംഘമാണ്, അധ്യാപകരും കുടുംബങ്ങളും അടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിലൊരു ദുരിത യാത്രയിൽ അവസാനിച്ചത് എന്നുള്ളതാണ്. 9 പേരാണ് മരണപ്പെട്ടത്. മറ്റ് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ ഇപ്പോഴും അവരുടെ ആ ഒരു തീവ്രനില തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ആ ഒരു ദൃശ്യങ്ങളാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. പലരും ചിന്നിച്ചെതറിക്കിടക്കുന്ന, പലരും അങ്ങിങ്ങായി തെറിച്ചു കിടക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ അത് വളരെയധികം ഭയപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതുമായുള്ള ദൃശ്യങ്ങളാണ്. ആ വാഹനം കണ്ടാൽ അറിയാം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ആളുകൾ റോഡിൽ അങ്ങിങ്ങായി തെറിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം. പലരും ആ ഒരു കൊക്കയിലേക്ക്, ആ ഒരു വലിയ ആ ഒരു കുഴിയിലേക്ക് വീണ് കിടക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വലിയ നടുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നത് എന്നുള്ളതാണ്. ഇത് പ്രാഥമികമായി പോലീസ് പറയുന്നത് വാഹനത്തിന്റെ നിയന്ത്രണം നിലച്ചു എന്നുള്ളതാണ്. അതായത് കോയമ്പത്തൂർ വാൽപ്പാറ സബ് ഡിവിഷൻ പരിധിയിലുള്ള ഹെയർപിൻ ബെൻഡിൽ വെച്ചാണ് ഇത്തരത്തിൽ വാഹനത്തിന് നിയന്ത്രണം നഷ്ടമാവുകയും അത് വലിയ ഒരു കുഴിയിലേക്ക്, ഹെയർപിൻ ബെൻഡുകൾ നമുക്കറിയാം, അതിന് മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു പതനത്തിന്റെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായി തകരുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഈ 9 പേര് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. അത് വലിയ വളവുകളും തിരിവുകളും ഹെയർപിൻ ബെൻഡുകളുമുള്ള ഒരു സ്ഥലമാണ് വാൽപ്പാറ. നമുക്കറിയാം അത്തരത്തിലുള്ളൊരു പ്രദേശമാണ്. അവിടെ വെച്ചാണ് ഈ വാഹനം നിയന്ത്രണം വിട്ട വലിയ ഒരു കുഴിയിലേക്ക് അല്ലെങ്കിൽ വലിയ താഴ്ചയിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി മുഹമ്മദ് ഫാസിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. 21 വയസ്സുള്ള മുഹമ്മദ് ഫാസിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഈ ഒരു വാഹനം നിയന്ത്രണം വിട്ട വലിയ ഒരു താഴ്ചയിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഈ പതനത്തിന്റെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് പോലീസിനെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചത്. ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ 8 പേർ ഇതിൽ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ്. മറ്റൊരാൾ ഈ ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെയാണ് മരണപ്പെട്ടത്. ഇവരെ പൊള്ളാച്ചിയിലുള്ള, ഇതിനടുത്തുള്ള പട്ടണമാണ് പൊള്ളാച്ചി. പൊള്ളാച്ചിയിലുള്ള സർക്കാർ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഒരാൾ ആ വഴിയിൽ തന്നെ, കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. മറ്റ് 8 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയാണ്. പെരിന്തൽമണ്ണ സ്വദേശികളായിരുന്നു ഇവർ. മലപ്പുറത്തു നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും വിനോദ സഞ്ചാരത്തിന് എത്തിയ ആളുകളാണ്. ഈ വാൽപ്പാറയിൽ എത്തിയപ്പോഴാണ് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ദുരന്തം സംഭവിച്ചത് എന്നുള്ളതാണ്. നാട്ടുകാരുടെയും അതുപോലെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയൊക്കെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ആളുകളെ രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ചത്. ആളുകളെ രക്ഷിക്കാനും ഈ പരിക്കേറ്റവരെ ഉടനെ തന്നെ ഈ ഇവിടെയുള്ള സർക്കാർ ആശുപത്രിയിലേക്ക്, പൊള്ളാച്ചിയിലുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റാനും സാധിച്ചതിൽ ഇപ്പോഴും ചിലരുടെ നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനടക്കം സാധ്യതയുണ്ടോ എന്നുള്ളത് വലിയ ആശങ്ക പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും നിലവിൽ ഈ മരിച്ച ആളുകളുടെ മൃതദേഹം അത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ പുലാമന്തോൾ സ്വദേശിനി അജിത, അതുപോലെ പാങ്ങ് സ്വദേശിനി റംല, പാങ്ങ് സ്വദേശി സുഹറ, പാങ്ങ് സ്വദേശി ആശ, പാങ്ങ് സ്വദേശിയായ മജീദ്, അതുപോലെ തന്നെ പാങ്ങ് സ്വദേശിനി സാജിദ, പാങ്ങ് സ്വദേശിനി ഷക്കീല, അധ്യാപിക ആയിരുന്നു ഷക്കീല, അതുപോലെ ഡ്രൈവറായിരുന്ന ആള്, പിന്നെ ഈ നൌഷാദ്. ഇത്രയും പേരാണ് ഇപ്പോൾ മരണപ്പെട്ടത് എന്നുള്ളതാണ്. വളരെയധികം ആ ഒരു നാടിനെ മൊത്തം ദുഃഖത്തിലാഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ദുഃഖകരമായ വാർത്ത അതാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇവരുടെ മൃതശരീരങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഈ ഒരു പ്രദേശം അത് ഈ ഹെയർപിൻ വളവുകൾ ആയതിനാൽ തന്നെ ഇടുങ്ങിയ റോഡും ഈ വലിയ വളവുകളും ഒക്കെയുള്ള പ്രദേശമാണ്. ഒരു ടെമ്പോ ട്രാവലറിലായിരുന്നു ഇവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഈ ഒരു ഹെയർപിൻ ബെൻഡിലെത്തിയപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അത് താഴ്ചയിലേക്ക് പതിച്ചാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നാണ് പോലീസിന്റെയൊക്കെ പ്രാഥമികമായുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇതൊരു അപകടം പിടിച്ച മേഖല കൂടിയാണ്. ഈ ഹെയർപിൻ ബെൻഡ് എന്ന് പറയുമ്പോൾ അത്
വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു സ്ഥലം കൂടിയാണ് വാഹനം ഓടിക്കുമ്പോൾ. ഈ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തായാലും മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം കേരളത്തിൽ നിന്നും ഇതിൻ്റെ കൂടുതൽ അന്വേഷണത്തിനായി ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പൊള്ളാച്ചിയിലേക്കും അതുപോലെ തന്നെ വാൽപ്പാറയിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ കുടുംബങ്ങളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ മൃതദേഹങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബങ്ങൾക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുക്കളെ എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ഹരീഷ്, ഇപ്പോൾ കോയമ്പത്തൂർ കളക്ടർ പവൻകുമാറിന്റെ പ്രതികരണം കൂടി കേൾക്കാം. சாயங்காலம் 5 மணி அளவில் வால்பாறை டு பொள்ளாச்சி சாலையில் இருக்கிற 13வது ஹேர்பின் பெண்டில் வந்து KL 11 AM 7288 என்கிற கேரளா மாநிலத்தை சேர்ந்த வாகனம் வந்து விபத்தடைந்தது. அதில் வந்து மொத்தம் 13 பேசஞ்சர்ஸ் இருந்தாங்க. அதில் 8 பெண்கள் 5 ஆண்கள். ஸோ அந்த விபத்தில் நடந்த உடனே தகவல் வந்த உடனே தீயணைப்புத்துறை, நம்ம ஹெல்த் டிபார்ட்மெண்ட், வருவாய்த்துறை, காவல்துறை உள்ளிட்ட அனைத்து துறை சார்ந்த அதிகாரிகள் உடனுக்குடன் இந்த இடத்துக்கு சென்று ரெஸ்கியூ ஆப்ரேஷன்ஸ் உடனுக்குடன் வந்து துவங்கப்பட்டது. அதில் കോയമ്പത്തൂർ കളക്ടറുടെ പ്രതികരണമാണ് കേട്ടത്. അപകടത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയായിരുന്നു. 8 സ്ത്രീകളും 5 പുരുഷന്മാരും അടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇപ്പോൾ ആതിര രാധാകൃഷ്ണനിലേക്ക് പോവുകയാണ്. മരിച്ച 9 പേരുടെയും മൃതദേഹം കോയമ്പത്തൂരിലെ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം തന്നെ പരിക്കേറ്റവരെയും കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആതിര വിവരങ്ങൾ നൽകും. ആതിര, ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്തയാണ് വാൽപ്പാറയിൽ നിന്നും വന്നത്. ഇപ്പോൾ ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നു. ഒപ്പം ഈ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോയമ്പത്തൂരിൽ തന്നെ നടക്കും എന്ന് മനസ്സിലാക്കുകയാണ് വിവരങ്ങൾ. അഖില, നിലവിൽ ഈ മരിച്ച 9 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം, ഏകദേശം 1 മണിക്കൂറിനകം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള ഒരു നടപടികളിലേക്കാണ് കടക്കുന്നത്. ഈ കോയമ്പത്തൂർ ജില്ലാ ആശുപത്രിയിലാണ് നിലവിൽ ഇവരുടെ മൃതദേഹം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 4 പേരാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ മസ്നീൻ എന്ന് പറയുന്ന പെൺകുട്ടി, 11 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി നിലവിൽ പൊള്ളാച്ചി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പെൺകുട്ടിയുടെ നില ഇപ്പോൾ തൃപ്തികരമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്ന ഒരു വിഷയം. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ ഈ പെൺകുട്ടിയെ നിലവിൽ സന്ദർശിച്ചിട്ടുണ്ട്. മറ്റ് 3 പേർ, നൌഷാദ് 39 വയസ്സുകാരനായ നൌഷാദ്, അതുപോലെ തന്നെ ഷഹാദിൻ 11 വയസ്സുള്ള ഷഹാദിൻ എന്ന് പറയുന്ന ആൺകുട്ടി, മുഹമ്മദ് ഫാസിദാണ് ഈ വാഹനത്തിന്റെ ഡ്രൈവർ ആയിട്ടുള്ള വ്യക്തി. ഈ 3 പേരുമാണ് നിലവിൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ ഈ ഡ്രൈവറിന്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവരെ പൊള്ളാച്ചി ആശുപത്രിയിൽ തന്നെയായിരുന്നു ചികിത്സയിൽ കഴിയുന്നുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തതിനു ശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ 3 പേരും കോയമ്പത്തൂർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഡ്രൈവറിന്റെ നിലയാണ് നിലവിൽ ഗുരുതരമെന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ നിലയും ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ നിലവിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, മസ്നീൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നില നിലവിൽ ഏതായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ശരി, ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുശേഷം ബന്ധുക്കൾക്ക് ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടികൾ അതിവേഗം പൂർത്തിയാക്കുകയാണ് കോയമ്പത്തൂർ ജില്ലാ ഭരണകൂടവും ഒപ്പം ആശുപത്രി അധികൃതരും. ആവശ്യമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇനി നമ്മൾ മലപ്പുറത്തേക്ക് അല്ലെങ്കിൽ ടി കെ അരവിന്ദനിലേക്ക് പോവുകയാണ്. വിനോദയാത്ര പുറപ്പെട്ട സംഘത്തിലുണ്ടായിരുന്നത് മലപ്പുറം പാങ്ങിലെ സ്കൂളിലെ അധ്യാപകരാണ്. ഈ വാർത്ത അറിഞ്ഞ് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു നാടാണിപ്പോൾ മലപ്പുറത്തെ പാങ്ങ് എന്നുള്ളത്. പാങ്ങിലെ പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകരും കുടുംബാംഗങ്ങളുമാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അരവിന്ദൻ വിശദാംശങ്ങൾ നൽകും. അരവിന്ദൻ, ഏറ്റവും സന്തോഷകരമായ ഒരു യാത്ര അത് പൂർത്തിയാക്കാനാവാതെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു യാത്രയായി അവസാനിക്കുന്നതാണ് കണ്ടത്. നാടിനെ സംബന്ധിച്ച് നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ, അവരുടെ കുടുംബാംഗങ്ങൾ ഒക്കെ അപകടത്തിൽ പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, ഇനി ആ സ്കൂൾ മുറ്റത്തേക്ക് ഇവരുടെ ചേതനയേറ്റ ശരീരം മാത്രമേ എത്തുകയുള്ളൂ എന്നുള്ളത് കൂടിയാണല്ലോ.
അപ്പുറത്തെ ഈ പാങ്ങ് എന്ന് പറയുന്ന ഗ്രാമം, ബളാഞ്ചേരിക്കടുത്താണ് ഈ പാങ്ങ് എന്ന ഗ്രാമം. ഈ ഗ്രാമം ആകെ ഈ ദാരുണമായ സംഭവത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. വിഷു അവധിയും അതുപോലെ തന്നെ വേനലവധിയെല്ലാം ഒരുമിച്ച് വന്നതോടുകൂടി ആഘോഷമായി പുറപ്പെട്ടൊരു യാത്രയായിരുന്നു. ഇന്ന് രാവിലെയാണ് സംഘം യാത്ര തിരിച്ചത്. യാത്ര കഴിഞ്ഞ് പൊള്ളാച്ചി വഴി തിരിച്ചു വരാനായിരുന്നു പരിപാടി. അങ്ങനെയുള്ള യാത്രയിലാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും നാട്ടുകാർ വളരെ ദുഃഖത്തിലാണ്. സംഭവം അറിഞ്ഞത് മുതൽ നിരവധി പേരാണ് പാങ്ങ് സ്കൂളിലേക്കും അതുപോലെ തന്നെ അടുത്തടുത്തുള്ള അധ്യാപകരുടെ വീട്, ഈ പരിസരത്ത് തന്നെ പാങ്ങ്, കുളത്തൂർ തുടങ്ങിയ മേഖലകളിലാണ് ഈ അധ്യാപകരുടെ വീടുള്ളത്. ഇവരുടെ വീടുകളിലേക്കെല്ലാം ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പ്രധാന അധ്യാപിക അജിത, അതുപോലെ തന്നെ അധ്യാപകരായ റംല, സുഹറ, ആശ, ഷക്കീന എന്നിവരും മജീദ് എന്ന് പറയുന്ന അധ്യാപകനും മരണപ്പെട്ടു. ഒപ്പം തന്നെ ഈ മജീദിന്റെ ഭാര്യ റുക്കിയ, അധ്യാപികയായ സുഹറയുടെ മകൻ ഹിഷാം, പാചക തൊഴിലാളി ആണ് സാജിദും മകനും അപകടത്തിൽ മരണപ്പെട്ടു. ഇത്തരത്തിൽ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. എന്തായാലും ജില്ലാ ഭരണകൂടം വളരെ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു. ഇതിനുശേഷം പെരിന്തൽമണ്ണ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇപ്പോൾ കോയമ്പത്തൂരിലേക്കും പൊള്ളാച്ചിയിലേക്കുമായിട്ട് തിരിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ, ജൂനിയർ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘം ഒപ്പം പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പരമാവധി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടം. ഒപ്പം നാട്ടുകാർ നാളെ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചെത്തിക്കാനുള്ള സാഹചര്യം ജില്ലാ ഭരണകൂടം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടെ ബന്ധുക്കളെ ആശ്വസിക്കുക, മറ്റു തുടങ്ങിയ കാര്യങ്ങൾ, സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയ കാര്യങ്ങൾക്കായി നാട്ടുകാർ വളരെ സജീവമായി രംഗത്തുണ്ട്. എന്തായാലും നാടിന് നടത്തിയ ഈ ദുഃഖത്തിൽ എല്ലാ ആളുകളും ആകെ പരിഭ്രാന്തരായും ഒപ്പം തന്നെ വിഷമത്തോടു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ആളുകൾ ഇവിടെ വളരെ ദുഃഖത്തോട് കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അഖില. ശരി, ടി കെ അരവിന്ദൻ, ഒപ്പം ആതിര രാധാകൃഷ്ണൻ, ഹരീഷ് നാരായണൻ എന്നിവരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പൊള്ളാച്ചിയിലെ വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് 9 പേരാണ്. അതിൽ 7 പേർ സ്ത്രീകളാണ്. ഒരാൾ ഒരു കുട്ടിയാണ്, മറ്റൊന്ന് ഒരു പുരുഷനാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായി 3 പേർ ചികിത്സയിലുണ്ട് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ. ഒരു കുട്ടിയുടെ നില, നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വാസകരമായ വാർത്ത പൊള്ളാച്ചിയിൽ നിന്ന് വരുന്നത്, ഒരു കുട്ടിയുടെ നില സാധാരണ തരത്തിലേക്ക് മാറുന്നുണ്ട് എങ്കിലും ചികിത്സ തുടരുകയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ മൃതദേഹങ്ങളൊക്കെ അതിവേഗം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. അതേസമയം വാൽപ്പാറ ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാത്രി 12:50 ട്രെയിനിൽ മന്ത്രി വി ശിവൻകുട്ടി കോയമ്പത്തൂരിലേക്ക് പോകുന്നുണ്ട്. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ കോഴിക്കോടോ തിരുവനന്തപുരത്തേക്കോ കൊണ്ടുവരാനുള്ള നടപടികൾ നടത്തും എന്ന് മന്ത്രി വ്യക്തമാക്കി. തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും പാലക്കാട് ADM സർക്കാരിനെ പ്രതിനിധീകരിച്ച് സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നും വി ശിവൻകുട്ടി അറിയിച്ചു. ഈ മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയും ഏറെ പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്ത വാർത്ത ഏറെ ദുഃഖത്തോടു കൂടിയാണ് നാം മനസ്സിലാക്കുന്നത്. കോയമ്പത്തൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കോയമ്പത്തൂർ ജില്ലാ ഹോസ്പിറ്റലിലാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തമിഴ്നാട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ പാർലമെന്റിലേക്ക് വന്നാൽ 12 വർഷത്തിനിടയിൽ ഒരു പ്രതിപക്ഷ വിജയം കണ്ട ദിവസമാണിത്. 3-2 ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. മണ്ഡല പുനർനിർണയം കൂടി ഉൾപ്പെടുത്തിയതോടെയാണ് ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തത്. 290 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 230 പേർ എതിർത്ത് വോട്ട് ചെയ്തു. ബില്ല് പാസ്സാക്കാത്തത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ പരാജയമാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. സ്ത്രീകൾക്ക് അനുകൂലമായ തീരുമാനത്തെ പ്രതിപക്ഷം എതിർത്തുവെന്ന പ്രചാരണവുമായി BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 2 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വലിയ രീതിയിൽ ഇത് പ്രതിപക്ഷവും ഭരണപക്ഷവും ആയുധമാക്കും എന്നതിൽ സംശയമില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ തീർച്ചയായും നിർണായകമായിരിക്കും.
മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ നടന്ന വോട്ടെടുപ്പിൽ വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. ബില്ലിന് അനുകൂലമായി 290 അംഗങ്ങൾ വോട്ട് ചെയ്തു. 230 അംഗങ്ങൾ ബില്ലിനെ എതിർത്തും വോട്ട് ചെയ്തതോടെയാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് 3/2 ഭൂരിപക്ഷം ലഭിക്കാതെ പരാജയപ്പെട്ടത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച ബിൽ ലോക്സഭയിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമായാണ്. വനിതാ സംവരണത്തിനൊപ്പം മണ്ഡല പുനർനിർണയം കൂടി ഉൾപ്പെടുത്തിയതാണ് പ്രതിപക്ഷത്തിന് കടുത്ത എതിർപ്പിന് കാരണം. മണ്ഡല പുനർനിർണയത്തിലൂടെ ലോക്സഭ പിടിച്ചെടുക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. രാജ്യദ്രോഹ നീക്കമാണിതെന്നും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവെക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു. The first truth is that this is not a women's bill. This is nothing to do with the empowerment of women. There is a women's bill. It was passed in 2023 in this house itself. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പാസ്സാകാത്തത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പരാജയമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. അതേസമയം രാജ്യത്തെ വനിതകൾക്ക് അഭിമാനമായ തീരുമാനം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ തടഞ്ഞുവെന്ന പ്രചാരണമാണ് കേന്ദ്ര സർക്കാരും BJPയും നടത്തുന്നത്. നിലവിലെ 543 സീറ്റിൽ വനിതാ സംവരണം നടപ്പാക്കുന്നത് പൂർണ്ണമായും അനുകൂലിക്കാമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വോട്ട് പെട്ടിയിലായതിനു ശേഷം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് കോൺഗ്രസിൽ നടത്തുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നതും. നേതൃത്വം ഇടപെട്ടിട്ടും പ്രതികരണങ്ങൾ തുടരുകയാണ്. കർശനമായ നിർദ്ദേശമാണ് നേതൃത്വം നൽകിയത്. പരസ്യ പ്രതികരണങ്ങൾ വേണ്ട, ഫലം വരുന്നതുവരെ കാത്തിരിക്കണമെന്ന്. സമൂഹ മാധ്യമങ്ങളിലും അവകാശവാദം ശക്തമായി പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ചയിലെ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും രംഗത്തെത്തിയിട്ടുണ്ട്. പരസ്യ പ്രസ്താവന നടത്തുന്ന നേതാക്കൾ ജാഗ്രത കാണിക്കണമെന്നൊരു മുന്നറിയിപ്പ് ലീഗ് നൽകുന്നുണ്ട്. തന്റെ പേരുയർത്തിക്കാട്ടിയുള്ള അവകാശവാദങ്ങളെ KC വേണുഗോപാൽ തള്ളിപ്പറയാത്തതിൽ AI ഗ്രൂപ്പുകൾക്കും VD പക്ഷത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. ആദ്യം ചെന്നിത്തലയെ പിന്തുണച്ച K സുധാകരന്റെ KC അനുകൂല പ്രതികരണത്തോടെ ചർച്ച പുതിയ തലത്തിലേക്ക് എത്തി. എന്നാൽ ഇത്തരം ചർച്ചകളിൽ ഒരു തെറ്റുമില്ലെന്നാണ് സുധാകരൻ ഉറപ്പിച്ചു പറയുന്നത്. ഫലം വന്ന് ചർച്ച നടത്തുന്നവരുണ്ട്, ഫലം വരുന്നതിന് മുമ്പ് ചർച്ച നടത്തുന്നവരുണ്ട്. അതൊക്കെ സ്വാഭാവികമായും ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും അതിനൊരു വഴിയുണ്ട്. ഡൽഹിയിലെത്തിയ ചെന്നിത്തല മുഖ്യമന്ത്രി ചർച്ചകളെ തള്ളിപ്പറഞ്ഞു. അനവസരത്തിലുള്ള ചർച്ചയെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. ആവശ്യമില്ലാത്ത ചർച്ചയാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തു. വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. ആ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിയുമ്പോഴാണല്ലോ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചർച്ചയില്ല. ചർച്ചകളിൽ വിമർശനം ഉന്നയിച്ച് MK രാഘവൻ MP വിഷയം തെരുവിലേക്ക് എത്തിച്ചതിൽ അമർഷം രേഖപ്പെടുത്തി. ചർച്ചയ്ക്ക് തുടക്കമിട്ട എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും വിമർശനമുണ്ടായിരുന്നു. എന്നാൽ MPമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിനെതിരെയായിരുന്നു രാഘവന്റെയും അതൃപ്തി പൂർണ്ണമായും ഉണ്ടായിരുന്നത്. എന്നാൽ മുന്നണിയിലെ കക്ഷികൾക്ക് ഈ ചർച്ചയിൽ അതൃപ്തിയുണ്ടെന്ന് ബോധിപ്പിക്കുന്നതായിരുന്നു ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. പക്ഷേ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കാം. കാരണം ഇതിനു വേണ്ടി ഈ കൊടും ചൂടത്ത് വെയിൽ കൊണ്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. ലക്ഷക്കണക്കിന് UDFന്റെ പ്രവർത്തകർ ചെയ്ത മഹാത്യാഗമുണ്ട്. ആ ത്യാഗത്തിനെ വിസ്മരിക്കലാണ് ഇതൊരു തർക്കത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത്. നേതൃത്വം വിലക്കിയിട്ടും ഓരോ വിഭാഗവും അവകാശവാദം തുടരുകയാണ്. ജനാധിപത്യ പാർട്ടിയായതിനാൽ കസേരപ്പോര് സ്വാഭാവികമെന്നാണ് പല നേതാക്കളുടെയും നിലപാട്. അതുകൊണ്ട് തന്നെ അണികളുടെ പോരാട്ടത്തിന് നേതാക്കളുടെ മൗനാനുവാദം ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന്റെ അജണ്ടയിൽ ഇല്ലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കുന്നു. UDF ശക്തമായ ഭരണവുമായി മുന്നോട്ടു പോകണം എന്ന ജനവിധിയാണ് ഇപ്പോൾ പെട്ടിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് ഒരു വെല്ലുവിളിക്കുമില്ല എന്നും അമിതമായ ആവശ്യവും ഉന്നയിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ അജണ്ടയിൽ തന്നെ അതിപ്പോഴില്ല. UDF ശക്തമായിട്ട് ഭരണവുമായി മുന്നോട്ട് പോകണം എന്നൊരു ജനവിധിയാണ് ഇപ്പോൾ പെട്ടിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് 4-ാം തീയതി പുറത്തു വരും. അപ്പോൾ ആ ജനവിധിക്ക് അനുസരിച്ച് ആയിരിക്കും ലീഗും തീരുമാനമെടുക്കുക. ഒരു വെല്ലുവിളിക്കോ അമിതമായ എന്തെങ്കിലും ആവശ്യങ്ങളൊന്നും ലീഗ് ഉന്നയിക്കില്ല. ലീഗിന് അർഹതപ്പെട്ടത് എപ്പോഴും UDF തന്നിട്ടുണ്ട്, പറയാത്തന്നെ തരും. ഇപ്പോൾ കോൺഗ്രസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് 4-ാം തീയതിക്ക് ശേഷം നല്ല കുട്ടിയാകും. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചും തിരിച്ചടവിന് പ്രേരിപ്പിച്ചു എന്നാണ് FIRൽ പറയുന്നത്. ഇതിനിടയിൽ ആരോപണ വിധേയരായ അധ്യാപകരായ ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. സംഭവത്തിൽ ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്.
അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ ഡോക്ടർ MK റാമും ഡോക്ടർ സംഗീതയുമാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നാണ് വാദം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും തെറ്റുമാണ്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയവും ഒപ്പം ക്യാമ്പസിന് പുറത്തുനിന്നുള്ള ചില പ്രശ്നങ്ങളുമാണ് നിതിൻ രാജിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. കൂടാതെ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ് റാമിന്റെ ജാമ്യാപേക്ഷയിൽ വാദിക്കുന്നത്. കേസ് വലിച്ചിഴച്ചതാണെന്നും ജാമ്യം അനുവദിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. ഇതിനിടയിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പിനെതിരെ ചക്കരക്കല്ല് പോലീസ് സ്വമേധയാ കേസെടുത്തു. ഇൻസ്റ്റാപേ എന്ന ആപ്പിനെതിരെയാണ് കേസ്. പണം തിരിച്ചടയ്ക്കാൻ ഏജൻസിയുടെ ആൾക്കാർ നിതിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നാണ് FIR. ജനുവരിയിലാണ് നിതിൻ ഈ ആപ്പ് വഴി 15,000 രൂപ വായ്പയെടുത്തത്. നിയമവിരുദ്ധമായി 36% പലിശയാണ് ആപ്പ് അധികൃതർ ഈടാക്കിയിരുന്നത്. തുടർന്ന് ഏപ്രിൽ 9 മുതൽ ലോൺ തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് നിതിനെ നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും മാനസികമായി തളർത്തുകയും ചെയ്തുവെന്നും പോലീസ് പറയുന്നു. ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ കോളേജിലെ ചില അധ്യാപകർ നിതിനെ പീഡിപ്പിച്ചിരുന്നുവെന്ന പരാതികൾക്കിടയിലാണ് ലോൺ ആപ്പിന്റെ പങ്കുകൂടി പുറത്തുവരുന്നത്. ഇതിനിടയിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി അംഗങ്ങൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെത്തി മൊഴി രേഖപ്പെടുത്തി. സർവകലാശാല ഭരണസമിതി അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയത്. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ചയോടെ ഗവർണർക്ക് സമർപ്പിക്കും. സംഭവത്തിൽ ABVP സംസ്ഥാന സെക്രട്ടറി യദുകൃഷ്ണന്റെ പരാതിയിൽ ദേശീയ ദന്തൽ കമ്മീഷൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നിതിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർ റാമിനെ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്നും പുറത്താക്കിയിരുന്നു. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് ഈ നടപടി. അമൃത ന്യൂസ്, കണ്ണൂർ. അതിനിടെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക CCTV ദൃശ്യങ്ങൾ അമൃത ന്യൂസിന് ലഭിച്ചു. BDS വിദ്യാർത്ഥി നിതിൻ രാജ് പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങളിൽ നിതിന് പുറമെ പ്രിൻസിപ്പലും 3 അധ്യാപകരുമുണ്ട്. നിതിന്റെ ഫോൺ പരിശോധിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിതിൻ മരിക്കുന്നതിന് 25 മിനിറ്റ് മുമ്പുള്ളതാണ് ദൃശ്യങ്ങൾ. ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ മതപരിവർത്തനം നടത്തുക, അതിനായി വിദേശത്തുനിന്ന് ഫണ്ടെത്തുക. എത്ര വിചിത്രമായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ നാസിക് ശാഖയിൽ നടന്ന പീഡന മതപരിവർത്തന മാഫിയയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. TCS ഓഫീസിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടിതമായ നിർബന്ധിത മതപരിവർത്തനം ഭീകരപ്രവർത്തനമായി കാണണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജിയും എത്തിയിട്ടുണ്ട്. IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ മഹാരാഷ്ട്രയിലെ നാസിക് ശാഖയിൽ നടന്ന പീഡന മതപരിവർത്തന ശ്രമങ്ങളുടെ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. 2022 ഫെബ്രുവരി മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ TCSൽ നിരവധി പെൺകുട്ടികൾ മാനസികവും ലൈംഗികവുമായ പീഡനത്തിനിരയായി. കൂടാതെ നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമം നടന്നു. മതപരിവർത്തന സംഘത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചതായും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. മലേഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇർമാൻ എന്ന മതപ്രഭാഷകനെ വീഡിയോ കോളുകൾ വഴി ഇരകളായ യുവതികൾക്ക് പരിചയപ്പെടുത്തിയതിനും തെളിവുകൾ ലഭിച്ചു. കേസിൽ നിലവിൽ അറസ്റ്റിലായ ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്, ഷാറൂഖ് ഖുറേഷി, റാസ മേമൻ, തൗസീഫ് അത്താർ തുടങ്ങിയവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. അറസ്റ്റിലായവരുടെ പണമിടപാടും ഡിജിറ്റൽ ഉപകരണങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണ്. മാനസികവും ലൈംഗികവുമായ പീഡനത്തെക്കുറിച്ച് വനിതാ ജീവനക്കാർ പരാതി നൽകിയതോടെയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ നാസിക് ശാഖയിൽ നടന്ന പീഡന മതപരിവർത്തന മാഫിയയുടെ പ്രവർത്തനങ്ങൾ പുറത്തുവന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടിതമായ നിർബന്ധിത മതപരിവർത്തനം ഭീകരപ്രവർത്തനമായി കണക്കാക്കി നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയെത്തി. അഭിഭാഷകനായ അശ്വിനി കുമാർ ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തടയാൻ കോടതി ശക്തമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാവപ്പെട്ടവന്റെ കഞ്ഞികുടി മുട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമുടക്കുടിയിൽ കണ്ടത് അതാണ്. വൻ റേഷൻ തട്ടിപ്പ്. കടകളിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് രേഖകളിൽ, പക്ഷേ വിതരണം ചെയ്യാൻ അരിയില്ല.
65 ടൺ അരിയാണ് കാണാനില്ലാത്തത്. ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. 65 ടൺ അരിയും മാഫിയ സംഘം കരിഞ്ചന്തയിൽ വിറ്റതായാണ് സൂചന. ഇടമലക്കുടിയിൽ റേഷൻ ലഭിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പെട്ടിമുടി ഗോഡൌണിലും സൊസൈറ്റിക്കുടി, വെള്ളവരക്കുടി എന്നിവിടങ്ങളിലെ റേഷൻ കടകളിലും പരിശോധന നടത്തിയത്. കടകളിലെ പോസ്റ്റ് മെഷീനിലെ കണക്കുകൾ പ്രകാരം സൊസൈറ്റി കുടിയിൽ 55 ടണ്ണും വെള്ളവരക്കുടിയിൽ 15 ടണ്ണും അരി സ്റ്റോക്ക് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ വെള്ളവരയിലെ കടയിൽ 5000 കിലോ അരി മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനായത്. 2024 സമാനമായ തട്ടിപ്പ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ഗോഡൌൺ വാച്ച്മാനെ സസ്പെൻഡ് ചെയ്യുകയും സ്റ്റോർ കീപ്പറെ പിരിച്ചുവിടുകയും ചെയ്തു. 2025 ഓഗസ്റ്റ് മുതൽ സിവിൽ സപ്ലൈസ് വകുപ്പ് നേരിട്ട് സാധനങ്ങൾ എത്തിച്ചു തുടങ്ങിയിട്ടും തട്ടിപ്പ് നിർബാധം തുടരുകയാണ്. ഇത് സംബന്ധിച്ച് അവരുടെ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതിന്റെ വിതരണം ഏറ്റെടുത്തിരുന്നത്. സോ ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാണാതായ 65,000 കിലോ അരിയും കരിഞ്ചന്തയിൽ മറിച്ചുവിറ്റതായാണ് സൂചന. 2024 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിലാണ് ഈ വൻ ക്രമക്കേട് നടന്നിരിക്കുന്നത്. സംഭവത്തിൽ റേഷൻ കടകളുടെ നടത്തിപ്പ് ചുമതല നിലവിലുള്ള ദേവികുളം ഗിരിജൻ സൊസൈറ്റിയിൽ നിന്ന് മാറ്റണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ ജില്ലാ ഓഫീസർക്ക് കത്ത് നൽകി. വനവാസി വിഭാഗത്തിന് ലഭിക്കേണ്ട റേഷൻ വിഹിതം അട്ടിമറിക്കുന്ന ലോബിക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.